ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഹോംവർക്ക് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ബേസിക് സയൻസ് ആണ്. അപ്പോൾ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ കുറച്ച് പാർട്ടാണ്. അപ്പോൾ എല്ലാവരും ബേസിക് സയൻസ് ഒക്കെ പഠിച്ചു തുടങ്ങിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് സ്കൂളിലൊക്കെ ക്ലാസ്സുകൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ബേസിക് സയൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ലൈഫ്സ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേംബേഴ്സ് അല്ലേ? എന്താണ് ലിറ്റിൽ ചേംബർ എന്ന് പറഞ്ഞാൽ? ലിറ്റിൽ ചേംബർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയായിരിക്കും? കോശത്തിനെയാണ്. ചെറിയ അറകൾ എന്നാണ് അർത്ഥം അല്ലേ? അപ്പോൾ ചെറിയ അറകൾക്കുള്ളിലെ ഒരു അത്ഭുത ലോകത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ കോശത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു കോശത്തെ കാണുക, അല്ലെ കോശത്തിൻ്റെ ഉള്ളിലുള്ള വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കോശം അല്ലേ, അതിനെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് കഴിയില്ല. അപ്പോൾ അതെങ്ങനെയാണ് അതിനെ കാണാൻ സാധിക്കുക, അതിനെ നിരീക്ഷിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലാണ് നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു ചെറിയ സ്റ്റോറിയാണ് അല്ലേ. അപ്പോൾ ഒരു ടീച്ചർ ഒരു ക്ലാസ്സിലോട്ട് വരികയാണ്, ബയോളജി ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ ഒരു സംഭവമായിട്ടാണ് ക്ലാസ്സിലേക്ക് വന്നത്, ഒരു ഉപകരണവുമായിട്ടാണ് വന്നത്. അതിനെക്കുറിച്ചാണ് ഇവിടെ ഫസ്റ്റ് പറയുന്നത്. നമുക്ക് ആദ്യം അതൊന്ന് വായിച്ചു നോക്കാം. ദ ബെൽ റാങ്. ഇറ്റ് ഈസ് ദ ബയോളജി പീരിയഡ് നൗ. മനു, ദ ക്ലാസ് ലീഡർ, പീപ്ഡ് ഔട്ട് ടു ദ വരാന്ത ആൻഡ് സെഡ്, ടീച്ചർ ഈസ് കമ്മിങ്, ഷീ ഹാസ് സംതിങ് ഇൻ ഹെർ ഹാൻഡ് ടു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ടീച്ചർ വരുന്നുണ്ട്, ക്ലാസ്സിലോട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ മനു പറയാണ് ടീച്ചർ വരുന്നുണ്ട്, കയ്യിൽ എന്തോ ഉണ്ട്. ഇറ്റ് ഈസ് ഹർ യൂഷ്വൽ വേ, ഷീ ഓൾവേസ് ക്യാരീസ് സം മെറ്റീരിയൽസ് ഇൻ ഹർ ഹാൻഡ്. ടീച്ചർ എപ്പോഴും എന്തെങ്കിലും വസ്തുക്കൾ കയ്യിൽ കൊണ്ടുവരും. വാട്ട് ഈസ് ഷീ ബ്രിങ്ങിങ് ടുഡേ? എവറി വൺ ബിക്കം ആങ്ഷ്യസ്. എന്തായിരിക്കും ഇന്ന് ടീച്ചർ കൊണ്ടുവരുന്നത്? എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. വെൻ ദ ടീച്ചർ എൻറ്റേർഡ് ദ ക്ലാസ്, രഹന സെഡ് ഇൻ എ ലൗഡ് വോയിസ്, ഐ നോ ഇറ്റ്, ഇസ്ൻറ്റ് ഇറ്റ് എ മൈക്രോസ്കോപ്പ്? അപ്പോൾ രഹന എന്താ പറഞ്ഞത്? ടീച്ചർ ക്ലാസ്സിലോട്ട് വന്നപ്പോൾ രഹന പറയാണ്, എനിക്കറിയാം ഇതെന്താണ്, ഇതൊരു മൈക്രോസ്കോപ്പാണ്. നിങ്ങളും കേട്ടിട്ടുണ്ടാവും അല്ലേ, മൈക്രോസ്കോപ്പ് നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാകാം. അപ്പോൾ മൈക്രോസ്കോപ്പും കൊണ്ടാണ് ടീച്ചർ ഇന്ന് ക്ലാസ്സിലോട്ട് വരുന്നത്. ആൻഡ് വാട്ട് ഈസ് ഇൻ യുവർ അതർ ഹാൻഡ് മാഡം? I will tell you. The teacher placed the microscope on the table and gave the other materials to Meenu. മാഡം, ഈസിൻറ്റ് ഇറ്റ് ദ റൂട്ട് ഓഫ് എ പ്ലാന്റെയിൻ? അപ്പോൾ ടീച്ചറിൻ്റെ കയ്യിൽ മൈക്രോസ്കോപ്പ് മാത്രമല്ല, വേറെന്തോ ഒരു സംഭവം കൂടെ ഉണ്ട്. എന്തായിരുന്നു അത്? അത് ടീച്ചർ ആർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്? ടീച്ചർ മീനുവിൻ്റെ കയ്യിലോട്ട് കൊടുത്തു അല്ലേ. അതെന്തായിരുന്നു? റൂട്ട് ഓഫ് എ പ്ലാന്റെയിൻ. പ്ലാന്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാഴയാണ് അല്ലേ. വാഴയുടെ വേരാണ് ടീച്ചർ. അപ്പോൾ മൈക്രോസ്കോപ്പും കൊണ്ടുവന്നിട്ടുണ്ട്, വാഴയുടെ വേരും കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇതായി ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം അല്ലേ, കുട്ടികളും ടീച്ചറും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഒരു കുട്ടി മൈക്രോസ്കോപ്പിലൂടെ ഇങ്ങനെ എന്തോ നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് ബാക്കി എന്താ നോക്കാം. വെൽ, ഡോണ്ട് യു നോ ദാറ്റ് ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്? എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്നത് സെൽസ് കൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് ടീച്ചർ ചോദിക്കുകയാണ്. ലെറ്റ് us ഒബ്സർവ് ദ സെൽസ് ഇൻ ദ റൂട്ട് ഓഫ് പ്ലാന്റെയിൻ ത്രൂ ദിസ് മൈക്രോസ്കോപ്പ്. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റെയിനിൻ്റെ റൂട്ടിലെ സെൽസിനെ ഈ ഒരു മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ടീച്ചർ എന്തിനാണ് മൈക്രോസ്കോപ്പ് കൊണ്ടുവന്നത്? സെല്ലിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, കോശങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി. ഡോണ്ട് യു റിമെമ്പർ ഹാവിങ് ഒബ്സർവ്ഡ് ഒനിയൻ സെൽസ്? ഒനിയൻ സെൽസ് ഒബ്സർവ് ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? സിമിലർലി അറേഞ്ച്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ടു ഒബ്സർവ് ദ സെൽസ് ഇൻ ദ റൂട്ട് ഓഫ് പ്ലാന്റെയിൻ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ പ്ലാന്റെയിൻ്റെ റൂട്ടും ഒബ്സർവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾ റിക്വയർഡ് മെറ്റീരിയൽസ് ആർ ദർ ഇൻ ദിസ് ബോക്സ്. ഹൂ വിൽ ഡു ദിസ്? എല്ലാ മെറ്റീരിയൽസും ഈ ബോക്സിലുണ്ട്. ആരാണ് ചെയ്യുക എന്ന് ടീച്ചർ ചോദിക്കുകയാണ്. ഐ വിൽ ഡു മാഡം. മനു കെയിം ഫോർവേഡ് എന്തൂസിയാസ്റ്റിക്കലി. അപ്പം മനു മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ചെയ്യാം. ഹീ ടുക്ക് ദ സെക്ഷൻ ഓഫ് ദ റൂട്ട് യൂസിങ് എ ബ്ലേഡ്. എന്നിട്ട് മനു എന്താ ചെയ്തത്? ആ റൂട്ടിൻ്റെ ഒരു സെക്ഷൻ ബ്ലേഡ് ഉപയോഗിച്ച് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? പ്ലേസ്ഡ് ഇറ്റ് ഓൺ എ സ്ലൈഡ് ആൻഡ് ഒബ്സർവ്ഡ് ഇറ്റ് ത്രൂ ദ മൈക്രോസ്കോപ്പ്. അതിനെ ഒരു സ്ലൈഡിൽ വെച്ചിട്ട് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചു. നത്തിങ് കുഡ് ബി സീൻ. ഒന്നും കാണാനായിട്ട് പറ്റിയില്ല. ദെൻ ഹീ ടേൺ ദ നോബ് ഓഫ് ദ മൈക്രോസ്കോപ്പ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? മൈക്രോസ്കോപ്പിൻ്റെ നോബ് തിരിച്ചു. എന്താണ് നോബ് എന്ന് നമുക്ക് കാണാം കേട്ടോ, പറഞ്ഞുതരാം എന്താണ് നോബ് എന്നുള്ളത്.
ഫീലിംഗ് ഡിസപ്പോയിൻറ്റഡ് ഹീ സെഡ്, പക്ഷേ നിരാശയോടെ പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? നോ ടീച്ചർ, നത്തിങ് ഈസ് വിസിബിൾ. ഇല്ല ടീച്ചർ, ഒന്നും കാണുന്നില്ല. അപ്പം മനു ഫസ്റ്റ് ഒന്ന് നോക്കി, അതിനുശേഷം അതിൻ്റെ നോബ് തിരിച്ചു നോക്കി, എന്നിട്ടും ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല. വൈ വെർ മനൂസ് അറ്റംപ്റ്റ്സ് എ ഫെയിലിയർ? ക്യാൻ യു ഹെൽപ്പ് ഹിം? For this, you must know how to operate a microscope and prepare materials for observation. എന്തുകൊണ്ടായിരിക്കും മനുവിൻ്റെ ആ ഒരു ശ്രമം പരാജയപ്പെട്ടത്? നിങ്ങൾക്ക് അവനെ സഹായിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കണം? എങ്ങനെ ഒരു മൈക്രോസ്കോപ്പ് പ്രവർത്തിപ്പിക്കാം, അല്ലേ? ഹൗ ടു ഓപ്പറേറ്റ് എ മൈക്രോസ്കോപ്പ് ആൻഡ് പ്രിപ്പയർ മെറ്റീരിയൽസ് ഫോർ ഒബ്സർവേഷൻ, അല്ലേ? എങ്ങനെയാണ് ഇതിനു വേണ്ടിയുള്ള മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇത് രണ്ടും നിങ്ങൾ അറിയണം. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? ഒരു മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്നൊന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ചിത്രം, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് ഇവിടെ മുകളിൽ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഐ പീസ് ഉണ്ട്, അതുപോലെ തന്നെ നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്, കണ്ടൻസർ, മിറർ. ഇപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് മൈക്രോസ്കോപ്പിന് വരുന്നത്? ഐ പീസ്, നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്, കണ്ടൻസർ, മിറർ. അത് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. ഐ പീസ് എന്ന് പറയുന്നത് ഏറ്റവും മുകളിലുള്ള പാർട്ടാണ്. അതായത് നമ്മൾ ഒരു മൈക്രോസ്കോപ്പിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന ഭാഗം, അതിനെയാണ് നമ്മൾ ഐ പീസ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഒരു ലെൻസ് ഘടിപ്പിച്ചിട്ടുണ്ട്, ഐ പീസ്. ഇനി നോബ് എന്ന് പറയുന്നത് ഏതായിരിക്കും? നോബ് എന്ന് പറയുന്നത് ഈ രണ്ട് ഭാഗങ്ങളാണ്. അതായത് നമുക്ക് ഈ ഐ പീസിൻ്റെ ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. അങ്ങനെ നമുക്ക് മൈക്രോസ്കോപ്പിനെ അഡ്ജസ്റ്റ് ചെയ്യാം, അതിൻ്റെ സൂം അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾ മൊബൈലിലൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ സൂം ചെയ്യും, സൂം ഔട്ട് ചെയ്യുകയൊക്കെ ചെയ്യില്ലേ? അതുപോലെ തന്നെ നമുക്ക് മൈക്രോസ്കോപ്പിനെയും സൂം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗമാണ് നോബ്. നോബ് തിരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈക്രോസ്കോപ്പിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒബ്ജക്റ്റീവ് ലെൻസ്, എവിടെയായിരിക്കും ലെൻസ് വരിക? ലെൻസ് സ്വാഭാവികമായിട്ടും ഈ ഭാഗത്താണ് വരിക, അല്ലേ? അതായത് നമ്മൾ ഏത് ഭാഗത്ത് വെച്ചിട്ടാണോ നമ്മുടെ വസ്തുവിനെ ഒബ്സർവ് ചെയ്യുന്നത്, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ലെൻസ് കൊടുത്തിട്ടുണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ വരുന്ന ഒരു പാർട്ടാണ് സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്. സ്റ്റേജ് ആൻഡ് ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്റ്റേജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക്, എവിടെയാണോ നമ്മൾ വസ്തുവിനെ വെക്കുന്നത് ആ ഭാഗത്തെയാണ് നമ്മൾ സ്റ്റേജ്. അതുപോലെ തന്നെ വസ്തു വെക്കുന്ന പാർട്ടാണ് ക്ലിപ്പ് എന്ന് പറയുന്നത്, സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്. അതുപോലെ തന്നെ അടുത്തൊരു പാർട്ടാണ് ഏത്? കണ്ടൻസർ. കണ്ടൻസർ എന്ന് പറയുന്നത് ഈ സ്റ്റേജിൻ്റെ തൊട്ട് അടിയിലായിട്ട് കാണുന്ന ഈ ഒരു ഭാഗമാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടൻസറിൻ്റെ ഉള്ളിലും നമ്മളൊരു ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്നതാണ് പിന്നെ ഒരു പാർട്ടാണ് മിറർ എന്ന് പറയുന്നത്. എവിടെയാണ് മിറർ വരുന്നത്? നിങ്ങൾക്ക് കാണാം ഈ ചിത്രത്തിൽ ഏറ്റവും താഴെയായിട്ട് ഒരു മിറർ പിടിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇത്രയുമാണ് ഒരു മൈക്രോസ്കോപ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഐ പീസ്, നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്, കണ്ടൻസർ, മിറർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗം എന്ത് ചെയ്യണം? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊന്ന് പൂരിപ്പിച്ചു കൊടുക്കണം കേട്ടോ. ഇനി അടുത്തതായിട്ട് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നൊക്കെ നമുക്ക് പഠിക്കണം, അല്ലേ? അതിന് മുൻപായിട്ട് നിങ്ങൾ കണ്ടോ ഈ ചിത്രത്തിൽ എഴുതിയിരിക്കുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നാണ് ഈ മൈക്രോസ്കോപ്പിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. എന്താണ്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. എന്തുകൊണ്ടായിരിക്കാം ഈ മൈക്രോസ്കോപ്പിനെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്? നോക്കാം നമുക്ക്. The function of a microscope is to magnify objects, isn't it? അല്ലേ? ഒരു മൈക്രോസ്കോപ്പിൻ്റെ ഫംഗ്ഷൻ എന്താണ് സത്യത്തിൽ? മാഗ്നിഫൈ ചെയ്ത് കാണിക്കുക ഒബ്ജക്ട്സിനെ, അല്ലേ? മാഗ്നിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലുതാക്കി കാണിക്കുക. ലെൻസസ് ആർ ഫിക്സഡ് ഇൻ ദ മൈക്രോസ്കോപ്പ് ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ അതിനു വേണ്ടിയാണ് മൈക്രോസ്കോപ്പിൽ എന്ത് ചെയ്തിരിക്കുന്നത്? ലെൻസുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പം മൈക്രോസ്കോപ്പിൻ്റെ ഫംഗ്ഷനായ മാഗ്നിഫൈ ചെയ്യുക, ഒബ്ജക്ട്സിനെ മാഗ്നിഫൈ ചെയ്യുക, അതിനു വേണ്ടി കൊടുത്തിരിക്കുന്ന പാർട്ടാണ് ലെൻസുകൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ എവിടേക്കാണ് ലെൻസുകൾ കൊടുത്തിരിക്കുന്നത്? നെയിം ദ പാർട്സ് വെയർ ലെൻസസ് ആർ ഫിക്സഡ്. എവിടേക്കാണ്? നമ്മൾ കണ്ടായിരുന്നില്ല ആ ചിത്രത്തിൽ എവിടേക്കാണ് ലെൻസസ് കൊടുത്തിരിക്കുന്നത്? ഇവിടെ ഐ പീസിലുണ്ട്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ലെൻസുകളുണ്ട്, അതുപോലെ തന്നെ കണ്ടൻസർ. ഇത്രയും ഭാഗത്താണ് ലെൻസുകൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നിവിടെ പറയുന്നുണ്ട്. ഓക്കെ, മൈക്രോസ്കോപ്സ് ഇൻ വിച്ച് മോർ ദാൻ വൺ ലെൻസ് ഈസ് യൂസ്ഡ് ആർ കോൾഡ്
കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ നമ്മൾ എന്ത് പറയും? കോമ്പൗണ്ട് മൈക്രോസ്കോപ്സ് എന്ന് പറയും. എന്താണ്? മൈക്രോസ്കോപ്സ് ഇൻ വിച്ച് മോർ ദാൻ വൺ ലെൻസ് ഈസ് യൂസ്ഡ് ആർ കോൾഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു മൈക്രോസ്കോപ്പിലെ ലൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അറേഞ്ച്മെന്റ്സ് ഓഫ് ലൈറ്റ് ഇൻ എ മൈക്രോസ്കോപ്പ്. In the microscope, the part fixed below the stage is to reflect light on the material to be observed. ഒരു മൈക്രോസ്കോപ്പിൽ സ്റ്റേജിൻ്റെ താഴെയുള്ള പാർട്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടുള്ള ഭാഗമാണ്. ദിസ് അറേഞ്ച്മെൻറ്റ് വിച്ച് ഈസ് ഫിക്സഡ് ഇൻ എ മെറ്റൽ റിംഗ് ഹാസ് 2 പ്ലെയിൻസ്. ഇതിന് 2 പാർട്ടാണ് വരുന്നത് ഈ ഒരു അറേഞ്ച്മെൻറ്റിന്. ഏതൊക്കെയാണ്? ഒന്നൊരു പ്ലെയിൻ മിററും അതുപോലെ തന്നെ മറ്റത് ഒരു കോൺകേവ് മിററുമായിരിക്കും. പ്ലെയിൻ മിറർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു റിഫ്ലക്റ്റ് സൺലൈറ്റിനെ പ്രതിഫലിപ്പിക്കാൻ. ഓക്കെ, ഇനി കോൺകേവ് മിററോ? അത് ആർട്ടിഫിഷ്യൽ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാനാണ് നമ്മൾ കോൺകേവ് മിറർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 2 രീതിയിൽ ലൈറ്റിനെ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് എന്താണ് ചെയ്യുന്നത്? സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ആരാ ചെയ്യുന്നത്? പ്ലെയിൻ മിററാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആരാണ്? കോൺകേവ് മിററാണ്. The lens in the condenser that is fixed on the lower side of the stage focuses light on the material to be observed. ഇപ്പോൾ കണ്ടൻസർ എവിടെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഈ കണ്ടൻസറിലുള്ള ലെൻസ് എന്താ ചെയ്യുന്നത്? അത് ലൈറ്റിനെ മെറ്റീരിയലിലോട്ട് എന്ത് ചെയ്യുന്നു? ഫോക്കസ് ചെയ്യുന്നു. ഏത് മെറ്റീരിയലിനെയാണോ നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ടത് അതിലോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡയഫ്രം ഉണ്ട്. കണ്ടൻസറിൻ്റെ ഒരു പാർട്ടാണ് ഒരു ഡയഫ്രം എന്ന് പറയുന്നത്. ഈ ഡയഫ്രം ഹെൽപ്പ് ടു റെഗുലേറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അത് എന്തിനാണ് സഹായിക്കുന്നത്? ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയെ റെഗുലേറ്റ് ചെയ്യാൻ. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ തീവ്രത കൂടുതലാണോ കുറവാണോ അത് റെഗുലേറ്റ് ചെയ്യാൻ ആരാണ് സഹായിക്കുന്നത്? ഡയഫ്രം ആണ് സഹായിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു മൈക്രോസ്കോപ്പിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഓക്കെ, ഇനി നിങ്ങൾ അറിയേണ്ടത് എന്താണ് മാഗ്നിഫിക്കേഷൻ പവർ എന്നാണ്. എന്താണ് മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ മാഗ്നിഫൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വലുതാക്കി കാണിക്കുക എന്നാണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്? അതിൻ്റെ ഒരു എത്രത്തോളം നമുക്ക് സൂം ചെയ്ത് കാണാം, എത്രത്തോളം നമുക്ക് വലുതായി കാണാം എന്നതിൻ്റെ ഒരു കണക്ക്. അതിനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ചിത്രത്തിൽ തന്നെ കാണാം, ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഇവിടെ 10x, അതുപോലെ ഇവിടെ കണ്ടോ 45x എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്. The magnification power of objective lenses are marked as 10x and 45x. Such markings can be seen in eyepiece 2. The magnification power of a microscope is the result of multiplying the numbers seen in the objective lens and the eyepiece. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു മാഗ്നിഫിക്കേഷൻ പവർ കണ്ടുപിടിക്കുക എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എങ്ങനെയാണ്? മൾട്ടിപ്ലൈ ചെയ്യണം. ഏതൊക്കെ തമ്മിലാണ്? ഒബ്ജക്റ്റീവ് ലെൻസിൽ കാണുന്ന നമ്പറും അതുപോലെ തന്നെ ഐ പീസിലെ നമ്പറും കൂടെ എന്ത് ചെയ്യണം? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണോ അതാണ് ഒരു ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക എന്താണ് മാഗ്നിഫിക്കേഷൻ പവർ. ദെൻ ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് മാഗ്നിഫിക്കേഷൻ പവർ. ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്തായിട്ട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ വാഴയുടെ വേര് അല്ലെങ്കിൽ ഉള്ളിയുടെ ഛേദം ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്? നിരീക്ഷിക്കാനായിട്ട് അല്ലേ? അപ്പോൾ പ്രിപ്പയർ ദ ഒബ്സർവേഷൻ മെറ്റീരിയൽ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പഠിക്കണം. പ്രിപ്പറേഷൻ ഓഫ് ഒബ്സർവേഷൻ മെറ്റീരിയൽസ് റിക്വയർ മച്ച് അക്യുറസി ആൻഡ് പേഷ്യൻസ്. വളരെയധികം കൃത്യമായിട്ടും അതുപോലെ തന്നെ ക്ഷമയോടും കൂടി ഇത് ചെയ്യണം. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ദാറ്റ് ഷോസ് ദ സ്റ്റേജസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ദ സ്ലൈഡ് ടു ഒബ്സർവ് പ്ലാന്റ് സെൽസ്. Then prepare a slide by taking the cross section of the root of plantain. അപ്പോൾ താഴെ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതുപോലെ തന്നെ വാഴയുടെ വേര് വെച്ചിട്ട് ഒരു മെറ്റീരിയൽ തയ്യാറാക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അതിൻ്റെ സ്റ്റേജുകളെന്ന്. പ്രിപ്പറേഷൻ ഓഫ് ഒബ്സർവേഷൻ മെറ്റീരിയൽ സ്റ്റേജ് 1 എന്ന് പറയുന്ന ഇതാണ്. Put the material to be observed in the petri dish containing water to prevent dehydration. ആദ്യം എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഡീഹൈഡ്രേഷൻ ഉണ്ടാവാൻ പാടില്ല മെറ്റീരിയലിന്, അതിൻ്റെ ജലാംശം നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പെട്രി ഡിഷിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് മെറ്റീരിയൽ ഇട്ട് വെക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്.
ഇനി സ്റ്റേജ് 2 എന്ന് പറയുന്നത് എന്താണ്? ടേക്ക് തിൻ ക്രോസ് സെക്ഷൻസ് ഓഫ് ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്. ഏത് വസ്തുവിനെയാണോ നമുക്ക് നിരീക്ഷിക്കേണ്ടത് അതിൻ്റെ തിന്നായിട്ടുള്ള, വളരെ തിന്നായിട്ടുള്ള ക്രോസ് സെക്ഷൻ, ഛേദം എടുത്തു വയ്ക്കുക. Then with a brush shift the sections to a watch glass containing water. അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഈ എടുത്തു വെച്ചിരിക്കുന്ന സെക്ഷനെ വാച്ച് ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് മാറ്റുക. Then നാലാമത്തത് put the thinnest and complete sections to a watch glass containing stain. പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഏറ്റവും തിന്നായിട്ടുള്ള സെക്ഷനെ നമ്മൾ ഒരു വാച്ച് ഗ്ലാസ്സിലെ സ്റ്റെയിനുള്ള, അതായത് കളറുള്ള വാട്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്റ്റെയിൻ കൊടുത്തിട്ടുള്ള അല്ലേ, ആ വാട്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കറക്റ്റായിട്ട് ഇതിനെ ഒബ്സർവ് ചെയ്യാനായിട്ട്, കോശങ്ങളെ കാണുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജ് 5. Add 1 or 2 drops of glycerin to the slide to prevent drying up of the material. പിന്നെ എന്താ ചെയ്യേണ്ടത്? 1-2 തുള്ളി ഗ്ലിസറിൻ ചേർക്കുക. എന്തിനാണ് ഗ്ലിസറിൻ കൊടുക്കുന്നത്? ടു പ്രിവെൻറ്റ് ഡ്രൈയിങ് അപ്പ് ഓഫ് ദ മെറ്റീരിയൽ ഉണങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുക. സ്റ്റേജ് 6 എന്ന് പറയുന്നത് വാഷ് ദ സ്റ്റെയിൻഡ് സെക്ഷൻ ഇൻ ക്ലീൻ വാട്ടർ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ദ ഗ്ലിസറിൻ ഓൺ ദ സ്ലൈഡ്. അതിനെ നല്ല വെള്ളത്തിൽ കഴുകിയതിന് ശേഷം എന്ത് ചെയ്യുക? വീണ്ടും ഗ്ലിസറിനിൽ സൂക്ഷിക്കുക. ദെൻ സ്റ്റേജ് 7 എന്ന് പറയുന്നത് പ്ലേസ് എ കവർ ഗ്ലാസ് ഓവർ ദ മെറ്റീരിയൽ യൂസിങ് എ നീഡിൽ ഇൻ സച്ച് എ വേ ദാറ്റ് എയർ ബബിൾസ് ഡു നോട്ട് പാസ്. ഒരു നീഡിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ഇതിനെ ഒരു ഗ്ലാസ് കൊണ്ട് കവർ ചെയ്യുക. എന്നിട്ട് നീഡിൽ ഉപയോഗിക്കുന്നത് എന്തിനാണ്? എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സ്റ്റേജ് 8 എന്ന് പറയുന്നത് വൈപ്പ് ഔട്ട് ദ എക്സസ് ഗ്ലിസറിൻ യൂസിങ് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് കൂടുതലുള്ള ഗ്ലിസറിനെ തുടച്ച് നീക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മെറ്റീരിയലിനെ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനെ നിരീക്ഷിക്കാൻ പോവാണ്. ഒബ്സർവ് ദ സ്ലൈഡ് യു ഹാവ് പ്രിപ്പയർഡ് ത്രൂ എ മൈക്രോസ്കോപ്പ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ചിത്രത്തിൽ 10x-ഉം 45x-ഉം തമ്മിൽ, അതായത് 2 ടൈപ്പ് ലെൻസ് വെച്ചിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ വരുന്ന മാറ്റമാണ് കാണുന്നത്. 10x-ൽ നിങ്ങൾക്ക് അത്രത്തോളം വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കോശങ്ങളെ കാണാൻ പറ്റില്ല അല്ലേ? 45x എത്തുമ്പോഴത്തേനും കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യാം? നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കും. കുറച്ചുകൂടി സൂം ചെയ്ത് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ലെൻസുകളുടെ മാഗ്നിഫൈയിങ് പവർ വ്യത്യാസം വരുമ്പോൾ നമുക്ക് കാണുന്നതിലും നല്ല രീതിയിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വസ്തുവിനെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാനായിട്ട് നോക്കുക. നമ്മൾ പ്രധാനമായിട്ടും മൈക്രോസ്കോപ്പിനെയാണ് പരിചയപ്പെട്ടത് അല്ലേ? അതിൻ്റെ ഭാഗങ്ങൾ പരിചയപ്പെട്ടു, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പരിചയപ്പെട്ടു, മാഗ്നിഫൈയിങ് പവർ എന്താണ് നമ്മൾ പഠിച്ചു. അപ്പോൾ അത് ഡിഫറൻസ് വരുമ്പോൾ അതിൽ എത്രത്തോളം കോശങ്ങൾക്ക് വ്യത്യാസം വരുന്നുണ്ടെന്ന് ഇവിടുന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ എങ്ങനെയാണ് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നതെന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ് നമ്മൾ ഇതിൻ്റെ ബാക്കി പാർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.